ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് PSC ബുള്ളറ്റിൻ 65-ാം വിശേഷാൽ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇത് എല്ലാം കൂടി ഒരുമിച്ചാണ് തന്നിരിക്കുന്നത്, ഒരു മിക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി മനുഷ്യ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഓൾറെഡി 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും നമ്മൾ ആ പോർഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസുകളായിട്ടാണ് വായിക്കുന്നത്. ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പറയാത്ത എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് പറയും. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് LP UP ആണെങ്കിലും LGS ആണെങ്കിലും LDC ആണെങ്കിലും LSGS ആണെങ്കിലും ഒക്കെ വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പാലിന്റെ വെളുത്ത നിറത്തിന് കാരണം എന്ത്? പാലിന്റെ വെളുത്ത നിറത്തിന് കാരണം കേസിനാണ് അല്ലെ. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നമ്മൾ ലാക്റ്റിക് ആസിഡ് എന്ന് പഠിക്കാറുണ്ട്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട് അല്ലെ. ഇത് പാലിന്റെ വെളുത്ത നിറത്തിന് കാരണം എന്തെന്നാണ്? കേസിനാണ് പാലിന്റെ വെളുത്ത നിറത്തിന് കാരണം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്, നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതെന്നാണ്? പൊട്ടാസ്യം 14 ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. ഐസോട്ടോപ്പുകളും അവയുടെ ഉപയോഗങ്ങളും നമ്മൾ മുമ്പ് ഒരു ക്ലാസ്, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. കോബാൾട്ട് 60 എന്നുള്ളത് എന്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? കോബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. കോബാൾട്ട് ക്യാൻസർ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഗോൾഡ് 198 ലുക്കീമിയ ചികിത്സയ്ക്കാണ്. അപ്പൊ ഗോൾഡ് കിട്ടാൻ ഭയങ്കര ലുക്ക് ആയിരിക്കും എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഗോൾഡ് 198 ലുക്കീമിയ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അയഡിൻ 131 അല്ലെ. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം എന്താണ്? ഗോയിറ്റർ ആണ് അല്ലെ. അതായത് അയോഡിൻ എന്നുള്ളത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപാദനത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പൊ അയഡിൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപാദനം കുറയും. അതിന്റെ ഫലമായിട്ട് ഈ തൈറോയ്ഡ് ഗ്രന്ഥി വന്ന് വീർക്കും അല്ലെ, വിങ്ങും. അങ്ങനെ അതിന്റെ ഫലമായി നമ്മുടെ തൊണ്ടയിൽ വലിയ മുഴ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അയഡിൻ 131 എന്ന് പറയുന്നത് എന്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ്? ഹൈപ്പർ തൈറോയ്ഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റിനാണ് ഉപയോഗിക്കുന്നത്. ഫോസ്ഫറസ് 32 സ്കിന്ന് ബോൺ ക്യാൻസർ ചികിത്സയ്ക്കാണ്. സ്കിന്നും ബോണും ക്യാൻസർ ചികിത്സയ്ക്കാണ് ഫോസ്ഫറസ് 32 ഉപയോഗിക്കുന്നത്. അയൺ 59, അയൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അയണിന്റെ കുറവ് മൂലം അനീമിയ ഉണ്ടാകുന്നത്. അപ്പൊ അയൺ 59 എന്നുള്ളത് അനീമിയ ചികിത്സയ്ക്കാണ്. മെർക്കുറി 197 കിഡ്നി സ്കാനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. മെർക്കുറി 197 എന്തിനാണ് ഉപയോഗിക്കുന്നത്? കിഡ്നി സ്കാനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ടെക്നീഷ്യൻ 99 എന്ന് പറയുന്നത് ഗാമറേ സ്കാനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ചോദ്യം. അത് പൊട്ടാസ്യം 40 ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ലോഹമാണ്, മൂലകമല്ല ചോദിച്ചിരിക്കുന്നത്. മൂലകം ചോദിച്ചാൽ ഓക്സിജൻ ആണ് അല്ലെ. ഒരു സംശയം വേണം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചാൽ കാൽസ്യമാണ് അല്ലെ. എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് കാൽസ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണെന്നാണ്? സ്കിൻ ഫോൾഡ് കാലിപ്പർ. നമ്മുടെ സാധാരണ ഇത് കൊഴുപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വയറിന്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ സ്കിൻ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ തൂങ്ങിക്കിടക്കും അല്ലെ. അപ്പൊ സ്കിൻ ഇങ്ങനെ ഫോൾഡ് ഇങ്ങനെ മടങ്ങാന്നല്ല അർത്ഥം, മടങ്ങി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നല്ല സ്കിൻ ഫോൾഡ് കാലിപ്പർ. അപ്പം മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? സ്കിൻ ഫോൾഡ് എന്ന് ഓർത്താൽ മതി. സ്കിൻ ഫോൾഡ് കാലിപ്പർ ആണ്. ജീനുകൾ മുറിച്ചു മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന എൻസൈമുകളെ അറിയപ്പെടുന്ന പേര്? ജീനുകളെ മുറിച്ചു മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്ന പേര് ജനറ്റിക് കത്രികകൾ എന്നാണ്. എന്താണ്? ജനറ്റിക് കത്രികകൾ. അപ്പൊ ജനറ്റിക് കത്രികകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കത്രിക ഒന്നല്ല, ഈ ജീനിനെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളെയാണ് നമ്മൾ ജനറ്റിക് കത്രികകൾ എന്ന് പറയുന്നത്.
DNA പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? DNA പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജങ്ക് ജീനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ജങ്ക് ഫുഡ്സ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഫുഡാണല്ലേ ജങ്ക് ഫുഡ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ അറിയപ്പെടുന്ന പേരാണ് ജങ്ക് ജീനുകൾ. അപ്പൊ ജങ്ക് ഫുഡൊക്കെ കഴിച്ച ജങ്ക് ജീനുകളെ കുറിച്ച് കൂടുന്ന വിചാരിച്ചാൽ മതി. DNA പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ അറിയപ്പെടുന്ന പേര് ജങ്ക് ജീനുകൾ എന്നാണ്. സാധാരണയായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും താഴ്ന്ന താപനില ഏത് സമയത്താണ്? ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് രാവിലെ 4 മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ താപനില ഏറ്റവും കുറവുള്ളത്. അത് വൈകിട്ടാവുമ്പോൾ 4 മുതൽ ഒരു 7 വരെയാവും ഏറ്റവും കൂടുതൽ. കുറവ് രാവിലെ 4-നാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വൈകിട്ട് 4 മുതൽ 7 വരെയാണ്. ഇനി അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് എത്ര ഫാരൻഹീറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. 98.4 അല്ലെ, 98.4 നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് ഫാരൻഹീറ്റിൽ. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് ഫാരൻഹീറ്റിൽ 98.4. എന്നാൽ ഇത് ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? ഡിഗ്രി സെൽഷ്യസിൽ 37 എന്ന് പറയാം. കൃത്യമായി പറയുകയാണെങ്കിൽ 36.9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം അല്ലെ. കൃത്യമായി പറയുമ്പോൾ 36.9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ് ആര്? അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ്. അപ്പൊ അവയവങ്ങളൊക്കെ സാധാരണ മുറിച്ചാണ് മാറ്റുന്നത് എന്ന് ഓർത്തു കഴിഞ്ഞാൽ ജോസഫ് മുറേ. അവയവങ്ങൾ മാറ്റിവെക്കുക, അപ്പൊ മുറിച്ചിട്ടാണ് മാറ്റിവെക്കുന്നത് എന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ പേര് കിട്ടും. ജോസഫ് മുറേയാണ് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ്. എന്തിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ? കൊളസ്ട്രോൾ എന്തിന്റെ രൂപമാണ്? കൊഴുപ്പിന്റെ അല്ലെ. കൊഴുപ്പ് കൂടുമ്പോഴാണ് കൊളസ്ട്രോൾ കൂടിയെന്ന് നമ്മൾ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ? കൊഴുപ്പിന്റെ. LDL എന്നതിന്റെ പൂർണ്ണ രൂപം. LDL നമ്മൾ കൊളസ്ട്രോൾ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ LDL ആണ് നോക്കുക. LDL കൂടുതൽ, ടോട്ടൽ കൊളസ്ട്രോൾ നോക്കില്ല, LDL ആണ് നോക്കുക. LDL കൂടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ശരീരം നമുക്ക് അറ്റാക്ക് വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. LDL ആണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്ന കൊളസ്ട്രോൾ. അപ്പൊ LDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. LDL എന്താണ്? ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് LDL എന്ന് പറയുന്നത്. അപ്പൊ LDLന്റെ പൂർണ്ണരൂപം ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെ എന്ത് പേരിലാണ് പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, SCERT ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തപ്പോൾ ഈ വിത്തു കോശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കോശങ്ങളായി മാറാനും സഹായകമായിട്ടുള്ള കോശങ്ങളാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. വിത്തുകോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? വിത്തുകോശങ്ങൾ എവിടെയൊക്കെയാണ് കാണുന്നത്? ത്വക്ക്, മജ്ജ, അന്നപദം അല്ലെ. ത്വക്ക്, മജ്ജ, അന്നപദം. ത്വക്കില്, മജ്ജയില്, അന്നപദത്തിലൊക്കെയാണ് സാധാരണ വിത്തുകോശങ്ങൾ കാണപ്പെടാറുള്ളത്. ശരീര സംരക്ഷണം, ആഗീരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കല ഏതാണ്? അല്ലെ. പല കലകളുണ്ട് നമ്മുടെ ശരീരത്തിൽ, പലതരത്തിലുള്ള കലകളുണ്ട്. ആവരണ കല, യോജക കല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ശരീര സംരക്ഷണം നൽകുന്നത്? ആവരണ കലയാണ് അല്ലെ. ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് അല്ലെ, അത് ആവരണ കലയാണ്. അപ്പൊ ശരീര സംരക്ഷണം, ആഗീരണം, സ്രവങ്ങളുടെ ഉൽപാദനം അല്ലെ. ആഗീരണമുണ്ട്, നമ്മുടെ ഈ പല കോശങ്ങളുടെയും ആവരണകലയല്ലേ, അതിലേക്ക് വേണ്ട പോഷകഘടകങ്ങളെയും ഓക്സിജനൊക്കെ ആഗീരണം ചെയ്യുന്നത്. അപ്പൊ ആഗീരണമുണ്ട്, സംരക്ഷണമുണ്ട്, അതേപോലെ തന്നെ സ്രവങ്ങളുടെ ഉൽപാദനവുമുണ്ട്. ഇത് ആവരണ കലയാണ് വരുന്നത്. അടുത്തത്, ശരീരത്തിന് ദോഷകരമായ കൊളസ്ട്രോൾ ഏതെന്ന്? അതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ LDL ആണ് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവം ഏത്? ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ് അല്ലെ. ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. പ്ലീഹ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് PSC സ്ഥിരം ചോദിക്കാറുണ്ട്, നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് അല്ലെ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ഈ പ്ലീഹയുടെ മെയിൻ ധർമ്മം എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ചുവന്ന രക്താണുക്കളെ ഇങ്ങനെ അരിച്ചെടുക്കുകയും അതിൽ കേടുവന്ന ചുവന്ന രക്താണുക്കളെ അത് എന്ത് ചെയ്യും? അത് നശിപ്പിച്ച് കളയുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്. രോഗപ്രതിരോധ ശേഷിയിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ഒരു അവയവമാണ് പ്ലീഹ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന ഭാഗം. നമ്മിപ്പോ തന്നെ പറഞ്ഞതാണല്ലേ, ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന അവയവമാണ് പ്ലീഹ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയുധപ്പുര, അതായത് രോഗകാരികളുമായിട്ട് പടവെട്ടുന്നത് നമ്മുടെ പ്ലീഹയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ
ആയുധപുരയാണ് എന്തെന്ന് പറയുന്നത്, പ്ലീഹ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, നമ്മളുടെ ഇതിന്റെ ചുമന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നതും പ്ലീഹയാണ്. അതേപോലെ തന്നെ ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്നതും പ്ലീഹയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല ഏത്? ശരീരപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കല നാഡീകലയാണ് അല്ലെ. കലകൾ പലതരമുണ്ട്. നമ്മുടെ കോശങ്ങൾ ചേർന്നുകൊണ്ടാണ് കലകൾ രൂപം കൊള്ളുന്നത്. കലകളെ തന്നെ നമുക്ക് 4 ആയിട്ട് തിരിക്കാൻ സാധിക്കും. ആവരണകല നമ്മുടെ ശരീരഭാഗങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും അതേപോലെ തന്നെ ഒരു സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും പിന്നെ പോഷകങ്ങളും ഓക്സിജനൊക്കെ ആഗിരണം ചെയ്യാനും സഹായിക്കുന്ന ആവരണ കലകളാണ് ഒന്നാമത്തത്. പിന്നെ പേശീകല എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ശരീരത്തിന് ബലം നൽകുന്നത്, നമ്മുടെ മസിൽസ് എന്നൊക്കെ പറയുന്നത് പേശീകലകളാണ്. പിന്നെ നാഡീകലയാണ് ഈ ആവേഗങ്ങളെ സംവേദങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് അല്ലെ. തലച്ചോറിലും തിരിച്ചുള്ള നമ്മുടെ പ്രതികരണ പ്രവർത്തനങ്ങളെ തിരിച്ച് നമ്മുടെ മസിൽസിലേക്ക് എത്തിക്കുന്നതൊക്കെ നാഡീകലകളാണ്. പിന്നെ യോജക കല എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് യോജക കലകളാണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും അതേപോലെ തന്നെ ഏറ്റവും വൈവിധ്യമാർന്നതും യോജക കലകളാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോജക കലകളാണ്. നമ്മുടെ അസ്ഥി അതേപോലെ തന്നെ രക്തം ഇതൊക്കെ എന്തിലാണ് വരുന്നത്? യോജക കലകളിലാണ് വരുന്നത്. അതേപോലെ തന്നെ നാരുകല, അസ്ഥി, രക്തം ഇതെല്ലാം എന്താണ്? യോജക കലകളാണ്. അപ്പൊ നമ്മൾ എത്ര തരം കലകളുണ്ട്? 4 തരം കലകളുണ്ട്. ആവരണകല, പേശീകല, നാഡീകല, അതേപോലെ തന്നെ യോജക കല. അതിൽ നമ്മളുടെ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല. ശാരീരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കല നാഡീകലയാണ്. സാധാരണയായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉയർന്ന താപനില ഏത് സമയത്താണ്? അപ്പൊ നമ്മൾ നേരത്തെ ഏറ്റവും താഴ്ന്ന താപനില രാവിലെ 4 മണിക്കാണെന്ന് പറഞ്ഞു അല്ലെ. ഇത് ഏറ്റവും ഉയർന്ന താപനില ഏത് സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുള്ള സമയത്താണ് നമ്മുടെ ശരീരത്തിന്റെ താപനില ഏറ്റവും ഉയർന്നിരിക്കുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് കെൽവിൻ സ്കെയിൽ എത്രയാണെന്ന് ചോദിച്ചിരുന്നു. കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് എത്രയാണ്? അപ്പൊ നമ്മൾ നേരത്തെ 2 ചോദ്യം ഉണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് ഫാരൻ ഹീറ്റിൽ എത്രയാണെന്ന് ചോദിച്ചു അല്ലെ. ഫാരൻ ഹീറ്റിൽ അത് 98.4 ആണ്. 98.4 ഫാരൻ ഹീറ്റിൽ. ഡിഗ്രി സെൽഷ്യസിൽ എത്രയായിരുന്നു? 36.9 ആയിരുന്നു. 36.9 എന്ന് പറഞ്ഞാൽ 37. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കെൽവിൻ സ്കെയിലിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ സിമ്പിൾ ആണ്. 273 അതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. നമ്മുടെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ട് അതിനെ കെൽവിനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ആഡ് ചെയ്താൽ മതി? 273 ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ 37 ഡിഗ്രിയാണ് അല്ലെ. കൃത്യമായി പറഞ്ഞാൽ 36.9 ആണ്. എങ്കിൽ നമുക്ക് 37 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. അപ്പൊ അതിനെ ഫാരൻ ഹീറ്റിലെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് കൂട്ടിയാൽ മതി? 273 കൂട്ടിയാൽ മതി. അപ്പൊ എത്ര നമുക്ക് കിട്ടും? 310 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? 310 ആണ്. അടുത്തത്, കൊതുക് മനുഷ്യ സാമീപ്യം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന്. നമ്മുടെ വിയർപ്പിലെ ലാക്റ്റിക് അമ്ലത്തിന്റെ മണം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൊതുക് മനുഷ്യന്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ കൊതുക് മനുഷ്യ സാമീപ്യം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? വിയർപ്പിലെ ലാക്റ്റിക് അമ്ലം മണത്തറിഞ്ഞുകൊണ്ടാണ്. വിയർപ്പിലെ ലാക്റ്റിക് അമ്ലം മണത്തറിഞ്ഞുകൊണ്ടാണ്. നവജാത ശിശു എന്നറിയപ്പെടുന്ന പ്രായം എത്രയാണെന്ന്. നവജാത ശിശു എന്നറിയപ്പെടുന്ന പ്രായം ജനിച്ചിട്ട് 28 ദിവസം വരെയാണ് നവജാത ശിശു അല്ലെ. ശിശു അല്ലാണ്ട് നവജാതം അല്ലെ. പുതിയതായി ജനിച്ച ശിശു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജനിച്ചത് മുതൽ 28 ദിവസം വരെ. നമ്മൾ 28ന് നൂലുകെട്ട് നടത്തില്ലേ, അത് ആലോചിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നൂലുകെട്ട് കഴിഞ്ഞാൽ പിന്നെ ശിശുവാണ്, നവജാത ശിശു അല്ല. അപ്പൊ ജനിച്ചു മുതൽ 28 ദിവസം വരെയാണ് നവജാത ശിശു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ശിശുവാണ് അല്ലെ, ശിശുവാണ്. അപ്പൊ അതിന് മുമ്പുള്ളതോ, അതായത് നമ്മുടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തോ, അത് ഗർഭസ്ഥ ശിശു എന്നാണ് പറയുന്നത്. അതായത് ക്യാരിയിങ് ആയിട്ട് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ട് ഒരു 10 ആഴ്ച വരെ നമ്മൾ അതിനെ ഭ്രൂണം എന്നേ പറയുള്ളൂ, എംബ്രിയോ എന്ന് പറയും. ഭ്രൂണം അഥവാ എംബ്രിയോ എന്ന് പറയും. അത് കഴിഞ്ഞ് 10 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ ഗർഭസ്ഥ പിണ്ഡം എന്നൊക്കെ നമ്മൾ പറയും. ഇംഗ്ലീഷിൽ നമ്മൾ ഫീറ്റസ് എന്ന് പറയും. അപ്പൊ നമ്മൾ 10 ആഴ്ച വരെ നമ്മൾ അതിനെ ഭ്രൂണം എന്നേ പറയുള്ളൂ. ഭ്രൂണം അഥവാ എംബ്രിയോ എന്നാണ് പറയുക 10 ആഴ്ച വരെ. 10 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ അതിനെ ഫീറ്റസ് അഥവാ ഗർഭസ്ഥ ശിശു എന്ന് പറയാം. ഇനി ജനിച്ചു കഴിഞ്ഞ് നമ്മളത് ഒരു 28 ദിവസം വരെ നവജാത ശിശു എന്ന് പറയും. അതിനുശേഷം നമ്മൾ സാധാരണ ശിശു എന്നേ പറയുള്ളൂ. ഇനി അടുത്ത ചോദ്യം, മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും
വംശീയ പരിണാമത്തെക്കുറിച്ചും പഠിക്കുന്ന വിജ്ഞാന ശാഖ എന്തെന്നാണ് നരവംശാസ്ത്രം. അല്ലെ, നരവംശാസ്ത്രമാണ് മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചിട്ടും വംശീയ പരിണാമത്തെക്കുറിച്ചും പഠിക്കുന്ന വിജ്ഞാന ശാഖ. ഇനി മനുഷ്യ വളർച്ചയിൽ എത്ര ഘട്ടങ്ങളുണ്ട്? മനുഷ്യന്റെ വളർച്ചയിലാണ് ചോദിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ വളർച്ചയിൽ എത്ര ഘട്ടങ്ങളുണ്ട്? 5 ഘട്ടങ്ങളാണ് ഉള്ളത്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന സംയുക്തം ഏത്? മൂലകമല്ല ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് ചോദിച്ചിരിക്കുന്നത്. സംയുക്തം ജലമാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ ജലം ഉണ്ടാകും? എത്ര ശതമാനം എന്നല്ല ചോദിച്ചിരിക്കുന്നത്, എത്ര ലിറ്റർ ജലം ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 45 ലിറ്റർ ജലം ഉണ്ടാകും. ഇനി അത് എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65%. അപ്പൊ മനുഷ്യ ശരീരത്തിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 ലിറ്റർ ജലം ഉണ്ടാകും. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65%. ഇനി മനുഷ്യന്റെ ഹൃദയമിടിപ്പിന്റെ നിരക്ക് എല്ലാവർക്കും അറിയാലോ, 72 പ്രാവശ്യം, ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ്. ഇനി മുറിവുകളെ കുറിച്ചുള്ള പഠനം ട്രോമറ്റോളജിയാണ്. മുറിവുകളെ കുറിച്ചുള്ള പഠനം ട്രോമറ്റോളജിയാണ്. നമ്മൾ ട്രോമ എന്നൊക്കെ പറയുന്ന സാധാരണ എന്തെങ്കിലും ആഘാതം, അല്ലെ, എന്തെങ്കിലും ആഘാതത്തിന് നമ്മൾ ട്രോമ എന്ന് പറയും, അല്ലെ. അപ്പൊ മുറിവ് എന്ന് പറഞ്ഞാലും ഒരു ആഘാതമാണെന്ന് വിചാരിക്കാം. മുറിവുകളെ കുറിച്ചുള്ള പഠനമാണ് ട്രോമറ്റോളജി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിഷവസ്തുക്കളെ കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള പഠനം. വിഷവസ്തുക്കളെ കുറിച്ചാണ്. നമ്മൾ വിഷവസ്തുക്കളെ ടോക്സിനുകൾ എന്ന് പറയൂല്ലേ. അപ്പൊ വിഷവസ്തുക്കളെ കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനത്തെ കുറിച്ചുമുള്ള പഠനം ടോക്സിക്കോളജിയാണ്. ടോക്സിക്കോളജി. ഇനി പാലിന് രുചി നൽകുന്നത് എന്ത്? നമ്മൾ നേരത്തെ പാലിന് വെളുത്ത നിറം നൽകുന്നത് എന്താണ്? കേസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ. ഇത് പാലിന് രുചി നൽകുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്, പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാലിന് രുചി നൽകുന്നത് ലാക്ടോസ് ആണ്. പഞ്ചസാര ലാക്ടോസ് അല്ലേ. അപ്പൊ പാലിന് രുചി നൽകുന്നത് ലാക്ടോസ് ആണ്. ഇനി മരുന്നുകളെ കുറിച്ചുള്ള പഠനം. നമ്മൾ മരുന്ന് വാങ്ങിക്കുന്ന സ്ഥലങ്ങളെ ഫാർമസി എന്ന് പറയൂല്ലേ. അപ്പൊ മരുന്നുകളെ കുറിച്ചുള്ള പഠനം ഫാർമക്കോളജിയാണ്. ഫാർമക്കോളജി. അടുത്തത്, മാറ്റിവെക്കപ്പെട്ട അവയവത്തെ ശരീരം തിരസ്കരിക്കാതിരിക്കാനായി ഉപയോഗിക്കുന്ന ഔഷധം ഏത്? നമ്മൾ ഹൃദയം മാറ്റിവെക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവയവങ്ങൾ, കരൾ മാറ്റിവെക്കലോ എന്തെങ്കിലും അവയവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ ആ അവയവത്തെ നമ്മുടെ ശരീരം തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തിരസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരു സൈക്കോ ആവാതിരിക്കുക എന്ന് ചിന്തിച്ചാൽ മതി. എല്ലാത്തിനും എടുത്ത് പുറത്ത് കളയുന്ന ഒരു സ്വഭാവം കാണിക്കാതെ എല്ലാത്തിനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം, അല്ലെ. സൈക്കോ ആവാതിരിക്കുക എന്നതിൽ നിന്നും സൈക്ലോസ്പോറിൻ ആണ്. എന്താണ് സൈക്ലോസ്പോറിൻ? മരുന്നിന്റെ ഔഷധത്തിന്റെ പേരാണ് സൈക്ലോസ്പോറിൻ എന്നുള്ളത്. അപ്പോൾ മാറ്റിവെക്കപ്പെട്ട അവയവത്തെ നമ്മുടെ ശരീരം തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധം എന്താണ്? സൈക്ലോസ്പോറിൻ ആണ്. അടുത്തത്, നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനം. അതിന്റെ പേര് കുറച്ച് ഓർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനത്തെ നിയോനേറ്റോളജി എന്നാണ്. നിയോനേറ്റോളജി എന്നുള്ളതാണ് നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനം. ജസ്റ്റ് കേട്ടുവെക്കാം. അടുത്തത്, പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങൾ, ബി കോശങ്ങൾ, അത് ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും ഒക്കെ ഉണ്ടല്ലോ, ടി കോശങ്ങൾ, ബി കോശങ്ങൾ എന്നിവയെ സംഭരിക്കുന്ന അവയവം ഏതാണ്? പ്രതിരോധ സംവിധാനത്തിലെ മെയിൻ ആയിട്ടുള്ള അവയവം പ്ലീഹയാണ്, അല്ലെ. അപ്പൊ പ്ലീഹ തന്നെയാണ് ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിച്ചു വെക്കുന്നത്. പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്ന അവയവം ഏതാണ്? പ്ലീഹയാണ്. ഏറ്റവും സമീകൃതമായ ആഹാരമായിട്ട് അറിയപ്പെടുന്നത് എന്താണ്? ഏറ്റവും സമീകൃത ആഹാരമായി അറിയപ്പെടുന്നത് പാലാണ്, അല്ലെ. പാലാണ്. ശരീരത്തിലെ പട്ടാള ക്യാമ്പ് എന്നറിയപ്പെടുന്ന അവയവം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശരീരത്തിന്റെ ആയുധപുര എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? പ്ലീഹയാണ്, അല്ലെ. അതേപോലെ തന്നെ ശരീരത്തിന്റെ പട്ടാള ക്യാമ്പ് എന്നറിയപ്പെടുന്ന അവയവവും പ്ലീഹ തന്നെയാണ്. അടുത്തത്, കാലുകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര ശാഖ പോഡിയാട്രിയാണ്. സാധാരണ മണ്ണും പൊടിയൊക്കെ നമ്മുടെ കാലുമലല്ലേ പിടിക്കുക. നമ്മൾ നടക്കുന്നത് മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ നമ്മുടെ കാലിലൊക്കെ പൊടിയൊക്കെ വേഗം പിടിക്കും, അല്ലെ. അപ്പൊ പോഡിയാട്രിയാണ് കാലുകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര ശാഖ എന്ന് പറയുന്നത്. ഇനി ലൈംഗികാവയവങ്ങളിലെ ബീജോൽപാദന കോശങ്ങളിൽ നടക്കുന്ന വിഭജനത്തിന്റെ പേര്. സാധാരണ 2 തരത്തിലാണ് കോശങ്ങൾ വിഭജിക്കുന്നത്. ഒന്ന് ക്രമഭംഗവും ഊനഭംഗവും, അല്ലെ. അതിലെ ലൈംഗികാവയവങ്ങളിൽ ബീജോൽപാദന കോശങ്ങളിൽ നടക്കുന്ന വിഭജനം എന്താണ്? ഊനഭംഗമാണ് ലൈംഗികാവയവങ്ങളിലെ ബീജോൽപാദന കോശങ്ങളിൽ നടക്കുന്ന വിഭജനം ഊനഭംഗമാണ്. അടുത്തത്, ക്ലോൺ എന്ന വാക്കിന്റെ അർത്ഥം.
ക്ലോൺ എന്ന വാക്കിന്റെ അർത്ഥം ചുള്ളിക്കമ്പ് എന്നാണ്. ക്ലോൺ എന്ന വാക്കിന്റെ അർത്ഥം ചുള്ളിക്കമ്പ് എന്നാണ്. അടുത്തത് മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ്. മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ആദ്യമായി കണക്കാക്കിയ ജർമ്മൻ വിശ്വങ്കരൻ ആരാണ്? കാൾ വുണ്ടർലിക്ക് ആണ്. കാർ വുണ്ടർലിക്ക്. വുണ്ടർലിക്ക് എന്ന് പഠിക്കുന്നില്ല, വണ്ടർലിക്ക്. അപ്പൊ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചപ്പോൾ ആകെ വണ്ടർ ആയി പോയി എന്ന് ഓർത്താൽ മതി. വുണ്ടർലിക്ക്. മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ആദ്യമായി കണക്കാക്കിയ ജർമ്മൻ വിശ്വങ്കരൻ കാൾ വുണ്ടർലിക്ക് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽ പെടുന്നു. സസ്തനികളിലെ ഉയർന്ന വർഗമായിട്ടുള്ള പ്രൈമേറ്റുകൾ എന്ന ഗണത്തിലാണ് പെടുന്നത്. അപ്പൊ മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ പ്രൈമേറ്റുകൾ എന്ന ഗണത്തിലാണ് പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യമാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. അടുത്തത് ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഔഷധം എന്താണെന്ന്. ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഔഷധം പെൻസിലിനാണ് ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഔഷധം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദനാ സംഹാരി ഏതാണ്? ആസ്പിരിൻ ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദനാ സംഹാരി ആസ്പിരിൻ ആണ്. മൂക്കിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം റൈനോളജി. മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വെക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് റിഗർ മോർട്ടിസ് എന്നാണ്. റിഗർ മോർട്ടിസ്. നമ്മൾ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ കയ്യും കാലും കാലൊക്കെ കൂട്ടി കെട്ടിടണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൈയൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അടക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഒരു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരുമിച്ചിരിക്കില്ല. അതെങ്ങനെ ഇപ്പൊ കാലകന്നിരിക്കുകയാണെങ്കിൽ കാലകം തന്നെ ഇരിക്കുള്ളൂ. അതെന്ന് വെച്ചാൽ കൈകാലുകൾക്ക് നല്ല ബലം വെക്കും. ആ അവസ്ഥനെ പറയുന്ന പേരാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വെക്കുന്ന അവസ്ഥനെ പറയുന്ന പേരെന്താണ്? റിഗർ മോർട്ടിസ് എന്നാണ്. ഇനി മനുഷ്യനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ടേബിൾ നൽകിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് പഠിക്കാൻ. നിങ്ങളൊന്ന് കേട്ടാൽ മതി, ഞാൻ വായിക്കാം. മനുഷ്യന്റെ ശാസ്ത്രനാമം എന്താണ്? മനുഷ്യന്റെ ശാസ്ത്രനാമം ഹോമോസാപ്പിയൻസ് എന്നാണ്. ഹോമിനിഡെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവി മനുഷ്യനാണ്. ഹോമോസാപ്പിയൻസ് അല്ലെ, ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. അതിലെ ഹോമിനിഡെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവി മനുഷ്യനാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി മനുഷ്യനാണ്. ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജീവി മനുഷ്യനാണ്. ഏറ്റവും കൂടുതൽ നേരം 2 കാലിൽ നിൽക്കാൻ ശേഷിയുള്ള സസ്തനിയും മനുഷ്യനാണ്. മലർന്നു കിടന്നുറങ്ങുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. പരിണാമ ശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണി, അത് ശ്രദ്ധിക്കണം. പരിണാമ ശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണിയാണ് മനുഷ്യൻ. വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏക ജീവി മനുഷ്യനാണ്. വിനോദത്തിനായി മറ്റുള്ളത് ഒന്നില്ലെങ്കിൽ ഭക്ഷിക്കാനായിരിക്കും, അല്ലെങ്കിൽ അത് പേടിച്ചിട്ടായിരിക്കും. അല്ലാതെ വിനോദത്തിനായിട്ട് മറ്റു ജീവികളെ കൊല്ലുന്ന ഏക ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏക ജീവിയും മനുഷ്യനാണ്. സംസാരത്തിലൂടെ, മറ്റുള്ളതൊക്കെ ഒച്ചകളിലൂടെയാണ് അല്ലെ. അപ്പൊ സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏക ജീവി മനുഷ്യനാണ്. കരയിലെ സസ്തനികളിൽ ഏറ്റവും ആയുസ് കൂടുതലുള്ളതും മനുഷ്യന് തന്നെയാണ്. ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മുടെ PSC ബുള്ളറ്റിൻ 65-ാം വിശേഷാൽ പതിപ്പിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങളാണ് വായിച്ചത്. ഇനി അടുത്തത് ദഹന വ്യവസ്ഥയുണ്ട്, വിസർജന വ്യവസ്ഥയുണ്ട്, അതുപോലെ ശ്വസന വ്യവസ്ഥയുണ്ട്, രക്തപര്യന വ്യവസ്ഥയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളും അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ദഹന വ്യവസ്ഥയും അതേപോലെ തന്നെ വിസർജന വ്യവസ്ഥയും കൂടി ഒരുമിച്ച് ക്ലാസ് എടുക്കാം, ഒരുമിച്ച് ക്വസ്റ്റ്യൻസുകൾ വായിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക.
അതേപോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരമുള്ള ഇംഗ്ലീഷ് മാത്സ് ക്ലാസ്സുകളൊക്കെ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മെയ് 11-ാം തീയതി കുറച്ച് പേർക്കൊക്കെ LSGSന്റെ പ്രിലിമിനറി എക്സാം ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കറണ്ട് അഫയേഴ്സും പഠിച്ചിരിക്കേണ്ട എല്ലാ കറണ്ട് അഫയേഴ്സും PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാതും കൂടിയിട്ട് ഒരുമിച്ചൊരു വീഡിയോ ആയിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.